ഈ സംഭവം പുറത്തറിയാൻ കാരണം, ഈ ചതി മനസ്സിലാക്കാൻ കാരണം, ഈ കുറുക്ക് വഴിയിലൂടെ ഒരു പണം ഉണ്ടാക്കാൻ തുടങ്ങിയത് മനസ്സിലാക്കാൻ കാരണം, പുറത്തു വരാൻ കാരണം ശ്രീമതി ഉമാ തോമസിന് ഒരു അപകടം ഉണ്ടായതുകൊണ്ട് തന്നെയാണ്. ഈ ദുരന്തം ഉണ്ടായില്ലെങ്കിൽ ഇത് പുറത്തറിയത്തില്ല. ഇത്രയും പേരെ ഇത് വീണ്ടും ഇവർ 12,000 പേര് അടുത്ത വർഷം അവർ ചെയ്യാൻ വന്ന 15,000 പേരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഞങ്ങളുടെ അടുത്ത ഗിന്നസ് റെക്കോർഡാണ് എന്ന് പറഞ്ഞ് ചെയ്തേനെ. ഏതായാലും ഇങ്ങനെയുള്ള ആളുകളെ ഇവരുടെ ഈ ചതിക്കുഴിയിൽ നിന്നും വീഴാതെ നോക്കണം. ഇതുപോലെ ശരീരം അനങ്ങാതെ പണം ഉണ്ടാക്കാൻ നടക്കുന്ന ആളുകളുണ്ട്. ഇവർ ചിന്തിക്കുന്നത് അവന്റെ പോക്കറ്റിൽ ഇരിക്കുന്ന പണം എങ്ങനെ എന്റെ പോക്കറ്റിൽ വരും എന്നുള്ളതിനെ കുറിച്ച് റിസർച്ച് ചെയ്യുന്നവന്മാരാണ്. അങ്ങനെയുള്ളവന്മാരാണ് ഇതൊക്കെ ചെയ്യുന്നത്. അതല്ലാതെ ഇത് ആരെയും ഗുണപ്പെടുത്താനോ നേരെയോ ആക്കാനൊന്നും അല്ല. ഇതൊരു സർക്കാർ സംവിധാനത്തിലായിരുന്നുവെങ്കിൽ നമുക്കത് മനസ്സിലാക്കാമായിരുന്നു. ഇതല്ല. ഇത് അന്ന് ഞാനത് അറിഞ്ഞപ്പോൾ പോലും ഞാൻ വിചാരിച്ചത് ഒരു സർക്കാർ സംവിധാനമാണ് ഇത് ചെയ്യുന്നതാണ്. ഈ മൃദംഗ വിഷൻ എന്ന് പറയുന്ന ഈ ഒറ്റമുറി, ചെറിയ ഒറ്റമുറിക്കകത്ത് 2 കസേര 1 മേശയായിട്ട് ഇരിക്കുന്നവരാണ് ഈ പണി ചെയ്തതെന്നുള്ളത് ആരും അറിഞ്ഞിട്ടില്ല, മനസ്സിലാക്കിയിട്ടില്ല. ഇപ്പൊ മാധ്യമങ്ങളിൽ നിന്നാണ് ഇതിനെ മനസ്സിലാക്കുന്നത്. ശരിയായ അന്വേഷണം നടക്കണം. ഇതിന്റെ പുറകിലുള്ള എല്ലാവരും അവരും നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരണം. അത് മാത്രമല്ല, കാരണം ഇതിലെ ഇത്രയും അലംഭാവം ആ സ്റ്റേജ് കെട്ടാനൊക്കെ കാണിച്ചത്, അത് കാണിച്ചേക്കുന്ന ആ വൃത്തികേട്, അതിനെല്ലാം അവരെ കൊണ്ട് മറുപടി പറയിപ്പിക്കണം. അതാണ് വേണ്ടത്. പണ്ടൊരു കാലത്ത് പ്രശസ്തയായ ഒരു സിനിമാ നടിയാണ് ഇതിന് നേതൃത്വം നൽകിയത്, നടുക്ക് നിന്ന് അങ്ങോട്ട് കാണിച്ചു കൊടുത്തത്. ഏതായാലും ശരി, ആ പരിപാടിയെല്ലാം അങ്ങ് നടന്നു. ഇവന്മാർക്ക് കിട്ടാനുള്ള പണം കിട്ടിയിട്ടുണ്ട്. ഇനി കുറച്ചാൾ ഉണ്ടതെന്ന് അവരുടെ ആരോഗ്യം മെച്ചപ്പെടുത്തണം. അതാ വേണ്ടത്. കാരണം ഇവനെയൊക്കെ പിടിച്ച് അകത്തിടണം. അതാ ചെയ്യേണ്ടത്. ഒരുപാട് തട്ടിപ്പ് നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലുള്ള ഒരു വലിയ തട്ടിപ്പാണിത്. അത് ഇവര് ഈ നൃത്താധ്യാപകർ വഴിയും നൃത്ത പഠിപ്പിക്കുന്ന സ്കൂളുകൾ വഴിയൊക്കെ അവർ വഴിയാണ് ഇതിന് പരസ്യം കൊടുത്തത്. പരസ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയാം, അവിടെ ഇത് തമിഴ്നാട്ടിലെ 10,000 പേരുടെ ആണ് ഭരതനാട്യം നടന്നത്. അത് ഗിന്നസ് റെക്കോർഡാണ്. ഇപ്പോ അതിനെ മറികടക്കാൻ 12,000 പേരുടെ ഭരതനാട്യം ഇവിടെ നടത്തി കഴിഞ്ഞാൽ അത് ഗിന്നസ് റെക്കോർഡിൽ അത് വരും. ഗിന്നസിൽ വരുന്നുണ്ടെ ഇങ്ങനെ ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്ത ഓരോരുത്തർക്കും അതിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടും. അപ്പോ ഗിന്നസ് റെക്കോർഡ് കാര്യമാണ് ഞാൻ. അപ്പോ ഇത് കേൾക്കുമ്പോൾ വളരെ അട്രാക്റ്റഡ് ആവും ഒരാള്. അപ്പൊ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ആദ്യം ഒന്നും പറഞ്ഞില്ലെങ്കിൽ പോലും ഇതുപോലെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ആളങ്ങോട്ട് വന്നു തുടങ്ങിയ ഉടനെ ഉള്ള പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ രജിസ്ട്രേഷൻ ഫീസ് 2,000 മുതൽ 5,000 രൂപ വരെ അങ്ങോട്ടാക്കി. ഇനി ഇത് മാത്രമല്ല രസം, ഈ 2,000 മുതൽ 5,000 രൂപ വരെ കൊടുത്തു കഴിഞ്ഞ് ഇവരെ പാർട്ടിസിപ്പേറ്റ് ചെയ്യിക്കണം. ദൂരെ നിന്ന്, അതായത് ഇപ്പൊ നമ്മൾ കാസർഗോഡ് നിന്ന് തന്നെ ഒരു കുട്ടിയെ കൊണ്ട് മാതാപിതാക്കൾ വന്നെന്നിരിക്കട്ടെ, എത്ര രൂപയുടെ ചെലവുണ്ട് കോഴിക്കോട് കൊച്ചി വരാൻ? എന്നിട്ട് വന്നാൽ ഇവിടെ താമസിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കണ്ടേ? അതൊന്നും ഇവർ കൊടുക്കത്തില്ല. ഇതൊക്കെ അറേഞ്ച് ചെയ്തോണ്ട് പിന്നെ ഇവരുടെ വേഷം, അതെല്ലാം അതിനുള്ള പണമുണ്ട്. മേക്കപ്പ്, ഇതിനൊക്കെ മുഴുവൻ പണം ചെലവാകണം. എത്ര രൂപ? അതായത് ആവറേജ് നോക്കിയാൽ ഒരു 25,000, 25,000 രൂപ ആവറേജ് നോക്കിയാൽ ഒരു കുട്ടിയെ കൊണ്ടുവരുമ്പോ ഈ മാതാപിതാക്കൾക്കും ആ കുട്ടിക്കും കൂടെ ഉണ്ടാവും 25,000 രൂപയുടെ ചെലവ്. ഇനി ഇതൊന്നുമല്ല രസം ഇതിനകത്ത്. ഈ മക്കളുടെ ഡാൻസ് ഒന്ന് കാണണമെന്നിരിക്കട്ടെ ഇവർക്ക്. കാരണമെങ്കിൽ അതിന് കയറണമെങ്കിൽ 2 ടിക്കറ്റാണ്. 149 രൂപയുടെയും 299 രൂപയും. ഇല്ല, ബാറ്റയുടെ ചെരുപ്പിന്റെ വില പറയുന്ന കാര്യമാണ്. അതായത് 150 എന്ന് പറഞ്ഞാൽ അത് കൂടി പോകും. 149 എന്ന് പറയുമ്പോൾ ശരി, ഇതുപോലെ 299, 300 എന്ന് പറയണ്ട. അപ്പൊ ഈ 2 ടിക്കറ്റുകൾ എടുക്കണം. എന്നിട്ട് ഇങ്ങനെ ടിക്കറ്റ് ഇഷ്ടം പോലെ കിട്ടിയ, കാരണം 35,000 പേരോളം ഇത് കാണാൻ വന്നിരുന്നു എന്നുള്ളതാണ്. 35,000 പേര്. ഈ 35,000 പേര് കാണാൻ വന്നപ്പോ എത്ര രൂപയുടെ ടിക്കറ്റ് വിറ്റുണ്ടെന്ന് ആലോചിക്കുക. ലോക്കൽ ബോഡിക്ക് അതിന്റെ ടാക്സ് കൊടുത്തിട്ടില്ല ഇന്ന് വരെ. ഒരു തിയേറ്ററിൽ ആള് കയറിയാൽ ലോക്കൽ ബോഡിക്ക് എത്ര രൂപ കിട്ടും? നേരെ മറിച്ച് ഇവിടെ ഇതേപോലെ നടത്തുന്ന ഈ തട്ടിക്കൂട്ട് സ്ഥാപനം നടത്തിയ ഈ സംഭവത്തിന് 5 പൈസ ടാക്സ് കൊടുത്തിട്ടില്ല. ഇതൊന്നും ആരെയും അറിയിക്കാതെ ഈ ഷാഡോയിൽ നിർത്തിയിട്ട് ഇങ്ങനെ ഒരു പരിപാടി ചെയ്യാൻ പറ്റി. കാരണം ഇത് കാണാൻ വരുന്നതൊക്കെ ഈ ബന്ധുക്കളും മാതാപിതാക്കളുമാണ് ഈ കുട്ടികളിലെ. കാരണം 12,000 കുട്ടികൾ പങ്കെടുക്കുന്നതാണ്. ഈ 12,000 കുട്ടികൾ പങ്കെടുക്കുമ്പോൾ എങ്ങനെയായാലും മാതാപിതാക്കൾ എന്ന് പറയുന്നത് തന്നെ ഒരു 24,000 പേര്, അല്ലെ ഒരു 20,000 പേരെങ്കിലും അത് തന്നെ വരുമല്ലോ. പിന്നെ മറ്റ് ബന്ധുക്കൾ, സഹോദരങ്ങളെ വരെ എല്ലാം കൂടെ. അപ്പോ 35,000 കാണികളെന്ന് പറയുന്നത് ഇതാണ്. ഇവിടെ എറണാകുളത്ത് അന്നത്തെ ദിവസം എങ്ങും, അതും അന്നത്തെ ദിവസവും അതിന്റെ തലേ ദിവസവും ഒരു സ്ഥലത്ത് റൂം കിട്ടാനില്ലായിരുന്നു. ഇതിന് വന്ന ആളുകളൊക്കെ ഇവിടെ എറണാകുളത്ത് താമസിക്കാൻ ഒക്കാതെ ആളുകൾ ആലുവയിലും ഒക്കെയാ പോയി താമസിച്ചിട്ടുള്ളത്. കാരണം അവർക്ക് ഇവിടെ റൂമൊന്നും കിട്ടാനില്ല, അവൈലബിൾ അല്ല. ആ രീതിയിലുള്ള ഒരു സംഭവം നടത്തി സ്റ്റേഡിയം അങ്ങ് ബുക്ക് ചെയ്തു. അപ്പൊ അത് ബുക്ക് ചെയ്താൽ അവർക്ക് വേറെ പണിയൊന്നുമില്ല, അതിന്റെ വാടക കിട്ടിയാൽ മതിയല്ലോ.
കൊടുത്തു. ഇത് എന്തിനാണെന്നുള്ളതൊന്നും ആലോചിക്കുന്നില്ല. എന്നിട്ട് ഈ സ്റ്റേജ് കെട്ടിയതിനെ കുറിച്ച് ഇപ്പോ ഇന്ന് യഥാർത്ഥത്തിൽ പത്രത്തിൽ നിന്ന് കാണാനിടയായ സ്റ്റേജ് കെട്ടിയേക്കുന്നത്, അതായത് കസേരയുടെ പുറത്താണ്. അതിനകത്ത് കസേരയില് കമ്പി ഉറപ്പിച്ചിട്ട് അതിന്റെ മുകളിൽ പലയ അടിച്ചാണ് ഈ സ്റ്റേജ് നടത്തിയേക്കുന്നത്. അതായത് 2 വരി കസേര ഇടാനുള്ള മാർഗ്ഗമില്ല അവിടെ. ഒറ്റ വരി കസേര ഇടാനുള്ള വീതിയേ ഉള്ളൂ. അത് മാത്രമല്ല, അതിന് ഫ്രണ്ടിലോട്ടൊരു ചരിവുണ്ട്. ഒരാൾ കയറിയാൽ പോലും അത് വീണ്ടും ചരിയും. ആ രീതിയിലുള്ള ഒരു സംഭവമാണ് ഉണ്ടാക്കി വെച്ചത്. ഇതൊക്കെ ഒരു മന്ത്രി ഉൾപ്പെടെ ആളുകൾ ഇരിക്കുന്ന ഒരു സ്റ്റേജാണ്. ആലോചിക്കണം. 2 വരി എന്ന് പറഞ്ഞാൽ പോകാൻ പറ്റത്തില്ല അതിലേക്കൂടെ. അപ്പൊ ഫ്രണ്ടിലൊന്നും സ്ഥലമില്ല. അപ്പൊ ഇവർ കയറി വന്നിട്ട്, ഉമാ തോമസ് കയറി വന്നപ്പോ മറിഞ്ഞു വീണതിന് വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? സ്വതവേ അതിന് ഫ്രണ്ടിലോട്ട് ചരിവുണ്ട്. ഒരാൾ കയറിയാൽ പോലും അത് ചരിയും, വീണ്ടും ചരിയും. ആ രീതിയിലുള്ള ഒരു സംവിധാനത്തിലാണ് ഈ സ്റ്റേജ് ഉണ്ടാക്കിയത്. ഇവനെയൊക്കെ എന്ത് ചെയ്തൊക്കെന്നറിയോ? ശരിയായ രീതിയിൽ അത് അന്വേഷിച്ച് കേസെടുക്കണം. ഈ പണം പിരിച്ചേക്കുന്ന, ഈ പിടിക്കേക്കുന്ന പണം മുഴുവൻ തിരികെ വാങ്ങണം. അതാ വേണ്ടി, ജനങ്ങളുടെ പണമാണ്.